ഹായ് എവ്രി വൺ. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് യൂണിറ്റ് 6 മെക്കാനിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് റൈറ്റിംഗ് എന്ന ചാപ്റ്ററാണ്. നമ്മൾ യൂണിറ്റ് 5 സ്കിപ്പ് ചെയ്തിട്ടാണ് യൂണിറ്റ് 6ലേക്ക് കയറിയിരിക്കുന്നത്. യൂണിറ്റ് 6 ശേഷം നമ്മൾ യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് തൊട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മെക്കാനിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് റൈറ്റിംഗ് ആണ്. മെക്കാനിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റിങ്ങിലെ സെറ്റ് ഓഫ് റൂൾസും റൈറ്റിങ്ങിലെ സെറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഏരിയ. എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ നമുക്കറിയാം. എഴുതുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പങ്ക്ച്വേഷൻസ്. പങ്ക്ച്വേഷൻസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ഇൻ കണക്ഷൻ വിത്ത് അവർ റൈറ്റിംഗ്. പങ്ക്ച്വേഷൻസ് ഏതൊക്കെയാണ്? നമുക്ക് കോമയുണ്ട്, സെമി കോളൻ ഉണ്ട്, കോളൻ, ഡബിൾ കൊട്ടേഷൻ മാർക്ക്, സിംഗിൾ കൊട്ടേഷൻ മാർക്ക്, അപ്പോസ്ട്രോഫി, പാരന്തസിസ് ആൻഡ് ബ്രാക്കറ്റ്സ്, ഡാഷ്, ഹൈഫൻ, പീരിയഡ് അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ്, ക്യാപിറ്റലൈസേഷൻ. ഇത്രയും പങ്ക്ച്വേഷൻസ് ആണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്ന ഏരിയാസ്. ആദ്യം വരുന്നത് കോമയാണ്. കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ടു പോസ് ദ റീഡർ ഒരു ചെറിയ പോസ് കൊടുക്കുവാനും ടു ഇൻഡിക്കേറ്റ് ദ വേർഡ് പ്രിസീഡിങ് ദ കോമ ഈസ് എ പാർട്ട് ഓഫ് എ ലിസ്റ്റ് എന്നുള്ള കാര്യം കൊടുക്കുവാൻ വേണ്ടിയിട്ടുമാണ് കോമ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പോസ്, ചെറിയൊരു സ്റ്റോപ്പ്, പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഒരു സ്റ്റോപ്പാണ് കൊടുക്കുന്നതെങ്കിൽ കോമ ഒരു ചെറിയൊരു പോസാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടു ഇൻഡിക്കേറ്റ് ദ വേർഡ് പ്രിസീഡിങ് ദ കോമ ഈസ് എ ലിസ്റ്റ്, അതായത് എന്തൊക്കെയോ ഒരുപാട് ലിസ്റ്റുകളെയാണ് അത് കാണിക്കുന്നതെന്നാണ് കോമ മനസ്സിലാക്കി തരുന്നത്. ഇനി കോമ എപ്പോഴൊക്കെയാണ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. നമ്പർ 1, ആഫ്റ്റർ ദ ഇൻട്രൊഡക്ടറി വേർഡ് ഓർ ഫ്രേസ്, ടു ബിഗിൻ വിത്ത്, മോർ ഓവർ. ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ടറി വേർഡ് അല്ലെങ്കിൽ ഫ്രേസുകളാണ്. ടു ബിഗിൻ വിത്ത്, മോർ ഓവർ, ഹൗ എവർ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? യു ക്യാൻ യൂസ് കോമ ദെയർ. ടു ബിഗിൻ വിത്ത്, മോർ ഓവർ. അടുത്തത് ടു ലിസ്റ്റ് നൗൺസ് ഇൻ എ സെൻറ്റൻസ്. ഫോർ എക്സാമ്പിൾ, ഫ്രൂട്ട്സ് ലൈക്ക് പപ്പായ, ബെറീസ്, ഗോവ, ആപ്രിക്കട്ട്, പീച്ച്, ഇതിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോമാസ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ആക്കുന്നത്. അനദർ എക്സാമ്പിൾ, കോർപ്പറേറ്റ് ഏജൻസീസ് ലൈക്ക് TCS, വിപ്രോ, ആക്സെഞ്ചർ, CTS, ഇതെല്ലാം നമ്മൾ കോമാസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? വേർഡ് ലിസ്റ്റ് ചെയ്തു. നമ്മളൊരു വേർഡിന് ശേഷം ആൻഡ് വരുന്നുണ്ടെങ്കിൽ നമ്മളവിടെ കോമ ഉപയോഗിക്കേണ്ട കാര്യമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. വേർഡ് ലിസ്റ്റിൽ വേർഡിന് ശേഷം ആൻഡ് വരുന്നുണ്ടെങ്കിൽ അവിടെ കോമ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ടു ലിസ്റ്റ് കോർഡിനേറ്റിംഗ് ആഡ്ജക്റ്റീവ്സ്. ഫോർ എക്സാമ്പിൾ, ദി ഏജൻസി സപ്ലൈസ് വെൽ മെയിൻറ്റെയിൻഡ് സ്പേഷ്യസ് റൂംസ്. വെൽ മെയിൻറ്റെയിൻഡ്, സ്പേഷ്യസ്, നമ്മൾ കോർഡിനേറ്റിംഗ് ആയിട്ട് വരുന്ന ആഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം? കോമ ഉപയോഗിക്കണം. ദ ലോങ് ടീഡിയസ് സെഷൻ. ടീഡിയസ് എന്ന് പറയുന്നത് തന്നെ ആഡ്ജക്റ്റീവാണ്. അതിൻ്റെ കൂടെ കോർഡിനേറ്റിംഗ് ആഡ്ജക്റ്റീവ് ദ ലോങ് ഉപയോഗിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? ദ ലോങ് കോമ ടീഡിയസ് സെഷൻ എന്നുള്ളിടത്ത് നമ്മൾ കോമ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ടു സെപ്പറേറ്റ് ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ്. ദ ഡോക്ടർ സേസ് ഹിസ് ഫീവർ ഈസ് ഗോൺ. ഹിസ് ഫീവർ ഈസ് ഗോൺ എന്നുള്ളത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഹി ഈസ് സ്റ്റിൽ ഫീലിംഗ് ടയർഡ് എന്നുള്ള അനദർ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. അത് ബന്ധിപ്പിച്ചിരിക്കുന്ന ബട്ട് എന്ന് ഉപയോഗിച്ച വേർഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഹിസ് ഫീവർ ഈസ് ഗോൺ കോമ ബട്ട് ഹി ഈസ് സ്റ്റിൽ ഫീലിംഗ് ടയർഡ് എന്നുള്ളത് അവിടെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. രാജീവ് മിസ്ഡ് ദ ബസ് ആൻഡ് ഹി മിസ്ഡ് ദ ഫസ്റ്റ് അവർ ടു. അപ്പോൾ നമ്മളിവിടെ ദ ബസ്സിനെയും അതിന് മുമ്പായിട്ട് ദ ബസ്സിന് ശേഷം അതിന് കഴിഞ്ഞ് ഹി മിസ്ഡ് ദ അവർ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കോമ ഉപയോഗിച്ചു. Another rule is that to separate interrupting words and expressions. The famous composer, Mozart, is known for his symphonies. The famous composer, Mozart, is known for his symphonies. The famous composer കഴിഞ്ഞൊരു കോമ, ആളുടെ പേര് എഴുതി കഴിഞ്ഞിട്ട് ഒരു കോമ. The heart of the matter, of course, is the rising tide of political and cultural intolerance. അപ്പോൾ ഇവിടെയും നമ്മൾ എന്തുപയോഗിച്ചു? കോമ ഉപയോഗിച്ചു. എന്തിനാണ്? ടു സെപ്പറേറ്റ് ഇൻറ്ററപ്റ്റിംഗ് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. അടുത്തത് ടു സെറ്റ് എ കോഡ്
ഫ്രം ദ റെസ്റ്റ് ഓഫ് എ സെൻറ്റൻസ്. ഗാന്ധി ആസ്ഡ് ഹിസ് ഡിസൈപ്പിൾസ് നോട്ട് ടു കഴിഞ്ഞിട്ടൊരു കോമ ഇട്ടു. അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ആസ്ഡ് ഹിസ് നെയ്ബേഴ്സ് കോമ എന്നൊക്കെ പറഞ്ഞുള്ള എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കോമ ഉപയോഗിക്കണം. അടുത്ത ടോപ്പിക്കാണ് സെമി കോളൻ. സെമി കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പോസ് ഓർ ബ്രേക്ക് ഇൻ എ സെൻറ്റൻസ് ലോങ്ങർ ദാൻ എ കോമ ഷോർട്ടർ ദാൻ എ പീരിയഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കോമ പോലെ തന്നെ പോസ് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ബ്രേക്കാണ്. പക്ഷേ ഒരു കോമയേക്കാളും ലോങ്ങറും ഒരു പീരീഡിനേക്കാളും ഷോർട്ടറുമാണ് സെമി കോളൻ. എപ്പോഴൊക്കെയാണ് ഈ സെമി കോളൻ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സെമി കോളൻ separates two closely related independent clauses when not linked with any coordinating conjunctions. നേരത്തെ ഞാൻ പറഞ്ഞു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ഹാവ് ടു യൂസ് കോമ ദർ. ബട്ട് ഇവിടെ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഇല്ലാതെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കണം, അവിടെ കോളൻ ഉപയോഗിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഐ നോ യുവർ ഫാദർ ആൻഡ് ഹീ ഹാസ് ക്ലോസ് അസോസിയേഷൻസ് വിത്ത് മൈ അങ്കിൾ എന്നായിരുന്നെങ്കിൽ അവിടെ ഒരു കോമയുടെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഐ നോ യുവർ ഫാദർ, അവിടെ ഒരു ബ്രേക്ക് ഉണ്ട്, ഹി ഹാസ് ക്ലോസ് അസോസിയേഷൻസ് വിത്ത് മൈ അങ്കിൾ എന്നായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം, സെമി കോളൻ ഉപയോഗിക്കണം. അടുത്ത ഏരിയ, ടു സെപ്പറേറ്റ് ഐറ്റംസ് ഇൻ എ ലിസ്റ്റ് വെൻ ദ ഐറ്റംസ് ആർ ഫ്രേസസ് ഓർ വൺ ഓഫ് ദി ഐറ്റംസ് ഇൻക്ലൂഡ്സ് എ കൺജങ്ഷൻ ഓർ എ കോമ. നമുക്ക് നോക്കാം. ദ ടെക്നിക്കൽ apparatus that are still in use in classroom teaching include overhead projector, a favorite among teacher of yesterday's, slide projector, LCD projector and smart board. അപ്പോൾ നമ്മളിവിടെ നോക്കി, ഇവിടെ നമ്മൾ ഓവർഹെഡ് പ്രൊജക്ടറിന് ഒരു എന്താ പറയുക, ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഏരിയയും കൂടെ കൊടുത്തു. എ ഫേവറേറ്റ് among the teacher of യെസ്റ്റർഡേയ്സ്. കോമയ്ക്ക് ശേഷമാണ് എക്സ്പ്ലനേഷൻ നോട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവിടെ നമ്മൾ കോളനാണ് ഉപയോഗിക്കേണ്ടത്, സെമി കോളനാണ് ഉപയോഗിക്കേണ്ടത്. സെമി കോളൻ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഇതെന്താ പറയുക, ഇതെല്ലാം ഒരു ലിസ്റ്റ് പോലെ ഫീൽ ചെയ്യും. ആ ലിസ്റ്റ് പോലെ ഫീൽ ചെയ്യിക്കാതിരിക്കാനാണ് നമ്മളിവിടെ സെമി കോളൻ ഉപയോഗിച്ചിരിക്കുന്നത്. To replace a period if the writer wishes to reduce the gap between linked sentence in a paragraph. An example നോക്കാം. Monsoon sets in Kerala in the month of June. District authorities make preparations prior to the onset of it. അപ്പോൾ ഇവിടെ പീരീഡ് ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ പീരീഡ് റിപ്ലേസ് ചെയ്തുകൊണ്ട് ആ സെൻറ്റൻസിനെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ് ഇവിടുത്തെ റൈറ്റർ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെമി കോളൻ ഉപയോഗിച്ച് ആ റണ്ണിങ് ഓൺ ലൈൻസിനെ കണ്ടിന്യൂ ചെയ്യിക്കാം. ദ വേർഡ് ഹൗവർ, ഞാൻ പറഞ്ഞു ഹൗവറിന് മോറോവർ തുടങ്ങിയതിനൊക്കെ ശേഷം നമ്മൾ കോമ ഇടണം. The word however comes after a semicolon or a period and it is followed by a comma. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ ഒരു വേർഡിങ്ങിൽ, ഈ ഒരു റൈറ്റിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെമി കോളന് ശേഷമാണ് ഹവർ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഇദ്ദേഹം റണ്ണിങ് ഓൺ സെൻറ്റൻസ് ആണ് പോയിരിക്കുന്നത്. ആ സെൻറ്റൻസിൽ അവിടെ ഹവറിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെമി കോളൻ ഉപയോഗിക്കുകയും അതിനുശേഷം കോമ ഇടുകയും ചെയ്യണം. അടുത്ത ടോപ്പിക് കോളൻ ആണ്. വെൻ ഡു വി യൂസ് കോളൻ? കോളൻ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ടു സെപ്പറേറ്റ് ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് വേർ ദ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഓർ എക്സ്പ്ലെയിൻസ് ദ സെക്കൻഡ്. ഇപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളാണ്. നേരത്തെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണെന്ന് പറഞ്ഞു. ബന്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കോമ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മറ്റൊന്നിൻ്റെ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ നമ്മളവിടെ കോളനാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് നോട്ട് ഈവൻ കംപ്ലീറ്റഡ് ഹാഫ് ഓഫ് മൈ റിവിഷൻ എക്സസൈസസ്. മൈ എക്സാമിനേഷൻ ഈസ് റൗണ്ട് ആൻഡ് കോർണർ ഈസ് വെരി ക്ലോസ് എന്നുള്ള അവിടെ എക്സ്പ്ലനേഷൻ ആക്ച്വലി. ഐ ഹാവ് ജസ്റ്റ് ലാൻഡഡ് ഇൻ ദുബായ്, ദ ലാൻഡ് ഓഫ് മൈ ഡ്രീംസ്. അത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പിക്ക് ചെയ്യാം. നമുക്ക് എക്സാമ്പിൾ വളരെ ആപ്റ്റാണ്. ഐ ഹാവ് ജസ്റ്റ് ലാൻഡഡ് ഇൻ ദുബായ്, ദുബായിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് ദ ലാൻഡ് ഓഫ് മൈ ഡ്രീംസ് എന്ന്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, കോളനാണ് ഉപയോഗിക്കേണ്ടത്. ടു സ്റ്റാർട്ട്
ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. ലിസ്റ്റ് ഓഫ് ഐറ്റംസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദ ഫോളോയിങ് ഹോളി ബുക്സ് ആർ മെൻഷൻഡ് ഇൻ ദി എസ്സേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമുക്ക് കോളൻ ഉപയോഗിക്കാം. ടു ഇൻട്രൊഡ്യൂസ് എ കൊട്ടേഷൻ, ഒരു കൊട്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് നോക്കാം. റേച്ചൽ കാർസൺ ഹാസ് സംതിങ് ടു സേ ഓൺ ദ പ്രസൻറ്റ് ട്രെൻഡ് ഓഫ് സ്പെഷ്യലൈസേഷൻ. എന്നിട്ട് കോളൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ആ കൊട്ടേഷൻ, ടു ഇൻട്രൊഡ്യൂസ് എ കൊട്ടേഷൻ ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ സ്ട്രക്ചർ ഓഫ് മെയിൻ സെൻറ്റൻസ്. മെയിൻ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ നിന്നും സെപ്പറേറ്റ് നിൽക്കുന്നത്, അല്ലാതെ നമുക്ക് അവിടെ കോമ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഫോർ എക്സാമ്പിൾ, രാജീവ് ഗാന്ധി ആസ്ഡ് ഹിസ് നെയ്ബർ കോമ എന്നിട്ടാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇവിടെ ഇത് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ സ്ട്രക്ചർ ഓഫ് മെയിൻ സെൻറ്റൻസ്. ഇനി അടുത്തത്, ടു സെപ്പറേറ്റ് ദ ടൈറ്റിൽ ഫ്രം എ സബ് ടൈറ്റിൽ. ഒരു ടൈറ്റിലും സബ് ടൈറ്റിലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനും നമ്മൾ കോളനാണ് ഉപയോഗിക്കുന്നത്.